നടുക്കായിട്ട് കെട്ടാം. ഗൈസ് അപ്പം ഞാൻ പിന്നെയും ചൂണ്ടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചൂണ്ടയ്ക്കല്ല, ഇന്ന് കൂട് വയ്ക്കാനാണ്. ഒറ്റയ്ക്കുള്ളൂ, വേറെ ആരില്ല. ബാക്കിൽ വ്യൂ ഒക്കെ നോക്കി സെറ്റാണ്. കൂടുണ്ട്, തീറ്റുണ്ട്. ഇന്ന് കുറച്ച് അക്കരെ കുറച്ച് വൈഡായിട്ടുള്ള സ്ഥലത്ത് വയ്ക്കാൻ പോകണം. അപ്പോൾ ഞാനവിടെ എത്തിയിട്ട് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് കൂട് വയ്ക്കുന്ന നമ്മൾ ആ ഏരിയയിലാണ്. പക്ഷേ ആ പോണതിൻ്റെ വിഷ്വൽ നോക്കിയാൽ ഏതാ വ്യൂ. നമ്മളിവിടെയാണ് കൂട് വയ്ക്കാൻ പോണത്. പക്ഷേ ആന വരുന്ന വഴിയുണ്ട് ഒരു ഡൗട്ട്. ആന ഉണ്ടോ ഇല്ലയോ. ഇവിടെയാണ് ആന നിൽക്കാറുള്ള ഏരിയ. നമുക്ക് ഇവിടെയാണ് വെക്കേണ്ടത്. ഗൈസ് നമ്മൾ തീറ്റ നമ്മുടെ വയ്ക്കേണ്ടത് ഓട്ടയുള്ളൊരു തുണി എടുക്കുക, അതേമാതിരി ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വട്ടം കെട്ടാം. അപ്പോൾ ഈ ഓട്ടമുള്ളതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സാധനം ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ തീറ്റ വരും. അത് നേരെ അതിൻ്റെ ഉള്ളിൽ കെട്ടി വയ്ക്കുക. കൂടിൻ്റെ നടുക്കായിട്ട് കെട്ടാം. ഉള്ളിലെ കമ്പിയുണ്ട്, ഉള്ളിൽ ചുറ്റും നോക്കണം കേട്ടോ ഗൈസ്. ആന ഉണ്ടോയെന്ന് ഡൗട്ടിൽ ഇങ്ങനെ ചുറ്റും സാധനം വട്ടം കെട്ടാം. ഇതേമാതിരി കെട്ടി വയ്ക്കാം. അതിൻ്റെ ഉള്ളിലൊരു കല്ല് വെച്ചിട്ട് നമ്മൾ നേരെ അവിടെ സാധനം സെറ്റ് ചെയ്യും. ഗൈസ് കല്ലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് വെച്ചിട്ട് നമ്മൾ അവിടെ ഉള്ളിലാണ് കയറ്റി വയ്ക്കാൻ പോകുന്നത്. ഗൈസ് അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയായിട്ട് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ ബാക്കി നമുക്ക് നാളെ ഒന്നും ഞാൻ കാണിച്ചു തരാം എടുക്കണത്. ഇപ്പം ഞാൻ പോട്ടാനോ എന്നെ പിന്നെ സ്ഥലം കാര്യമാക്കട്ടെ. ഗൈസ് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം കൂടി വെച്ച് നമ്മൾ ആ പുഴ കടന്ന് ഇപ്പുറത്ത് എത്തിയിട്ടാ. നമ്മുടെ സ്പോട്ട് അവിടെയാണ്. ഭയങ്കര തെന്നൽ, പതിവില്ലാത്ത പോലെ ഇത്ര തെന്നൽ വരാറില്ല. അത് നമ്മൾ കൂട് വെച്ചിട്ടുണ്ട്. കൂട് അവിടെ ഇവിടെയൊക്കെ ഇത്ര ആളുണ്ടെന്നേ. അപ്പോൾ കൂടിൻ്റെ അവിടെ എത്തിയിട്ട് ഇതുപോലെ ഭയങ്കര തെന്നൽ. കൂട് ആന കളഞ്ഞിട്ടുണ്ടാകുമെന്നൊരു പേടി ഇപ്പോൾ. കാരണം ആന നടന്നു പോകണ ആ സൈഡിൽ വെച്ചതേ. വേറെ സൈഡിലൊന്നും കുഴി കാണാനില്ല, വെള്ളം കുറവായതുകൊണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഗൈസ് ഇതാണ് സ്ഥലം, നമ്മൾ പോകണ സ്ഥലം. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? രാവിലെ വന്ന് ഇവിടെ കുളിക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ്. നമ്മൾ സ്ഥിരമായിട്ട് കുളിക്കുന്ന സ്പോട്ട് അതാണ്. അവിടെ പോയി ഡെയിലി കുളിക്കും. നല്ല രസമാണ്, നല്ല ചില്ലാണ്, ചില്ലായിട്ട് പോവാം. എപ്പോഴും കൂടെ ആൾക്കാരുണ്ടാവും ഗൈസ്. പക്ഷേ പിള്ളേരൊക്കെ പഠിക്കാനും പോയി. ഞാൻ മാത്രമേ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞിറങ്ങണുള്ളൂ. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് ഇങ്ങനെ മീൻ പിടിക്കാൻ പോയി. ഗൈസ് ആനപ്പിണ്ടം കാണിച്ചു കേട്ടോ. ഇതേ ആനപ്പിണ്ടം കിടക്കണം അവിടെ. ഗൈസ് ആനപ്പിണ്ടം, നല്ല ഉണക്ക ആനപ്പിണ്ടം. ആനകളുടെ പിണ്ടം, ആനപ്പിണ്ടം ഗൈസ്. ഇതാണ് ആന വരണത്. ഇവിടെ എല്ലായിടത്തും ആന വരും, പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല ആനയ്ക്കിപ്പോൾ. ഗൈസ് ഇവിടെയാണ് ചൂണ്ട് വെച്ചാണ് നൈസായിട്ട് പിടിക്കാം. സൈലൻ്റായിട്ട്
ആകെ ഒരു കുഞ്ഞ മീൻ കിട്ടുള്ളൂ ഗൈസ്. ആകെ ഒറ്റൊരു കുഞ്ഞ മീൻ മൂഞ്ചി. ഗൈസ് ഒറ്റൊരു കുഞ്ഞു മീനിൻ്റെ അകത്ത് കിട്ടിയ ചെറുത്. ഇവനെ നമ്മൾ വെള്ളത്തിലോട്ട് തന്നെ പിന്നിടണം. അപ്പോൾ അവനെ മാത്രം ഇട്ടിട്ട് കാര്യമില്ല. ഗൈസ് ഇതിൻ്റെ അകത്ത് തീറ്റെല്ലാം പോയി. എന്നാലും എന്തൊക്കെയുണ്ട് ഒന്നൂന്ന് ഇട്ട് നോക്കിയിട്ട് വൈകുന്നേരം എടുത്തിട്ട് പോവാം. അതിതൊന്നും കിട്ടിയില്ല ഗൈസ്. ഒരു മീൻ കിട്ടുള്ളൂ. അതിൻ്റെ അടുത്ത് നമ്മൾ കാട്ടികളുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ പിന്നെയും വരാം. അപ്പോൾ ഓക്കെ, ശരി ഗൈസ്, ബൈ ബൈ.